നമസ്കാരം. CPM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ വയനാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ ഒരു പ്രധാന ചർച്ചാ വിഷയം. എ വിജയരാഘവൻ പറഞ്ഞത് ഇതാണ്: രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവർക്ക് ലഭിച്ചത് മുസ്ലിം വർഗീയവാദികളുടെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയുടെ വക്താക്കളായ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും മറ്റും വോട്ടുകളാണ്. അതാണ് അവരെ ജയിപ്പിച്ചത് എന്നാണ്. മാത്രവുമല്ല, അവരവിടെ റോഡ് ഷോ നടത്തുമ്പോൾ അല്ലെങ്കിൽ പ്രകടനം നടത്തുമ്പോൾ, റാലി നടത്തുമ്പോൾ മുന്നിലും പിന്നിലും ഒക്കെ അണിനിരന്നത് മതവർഗീയവാദികളാണ് എന്ന നിലപാടാണ് എ വിജയരാഘവൻ പറഞ്ഞത്. ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ കാരണം CPM ഇപ്പോൾ പൊതുവിലെടുത്തു വരുന്ന നിലപാട് ഹിന്ദു ഭൂരിപക്ഷ വർഗീയതയോടുള്ള മൃദു സമീപനമാണെന്ന വ്യാഖ്യാനം നിലവിലുണ്ട്. അത് എത്ര കണ്ട് ചരിത്രപരമായി നിലനിൽക്കുന്നതാണ് എന്നത് കൂടിയാണ്. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, തുടർന്ന് നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ, അതുപോലെ തന്നെ വീണ്ടും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലൊക്കെ തിരിച്ചടികൾ ഏൽക്കാൻ കാരണം കൂടുതലും ന്യൂനപക്ഷ വിഭാഗങ്ങളോട് പുലർത്തിപ്പോരുന്ന അനുഭവമാണ് എന്ന പൊതുവിലയിരുത്തൽ പാർട്ടിക്കുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്ത നിലപാട് മാറ്റമാണ് ഇതിലേക്ക് നയിച്ചത് എന്നൊരു പൊതു നിരീക്ഷണമുണ്ട്. ഈ ഘട്ടത്തിൽ ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് 1985 അന്ന് CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന EMS നമ്പൂതിരിപ്പാട് പാർട്ടിയിലെ കീഴ്ഘടകങ്ങൾക്ക് അയച്ച ഒരു കത്താണ്. അതായത് പോളിറ്റ് ബ്യൂറോയിലെ ആലോചനകൾക്ക് ശേഷം പോളിറ്റ് ബ്യൂറോ കീഴ്ഘടകങ്ങൾക്ക് അയക്കുന്ന കത്ത് എന്ന നിലയിൽ പ്രസിദ്ധീകരിച്ചതാണ്. അത് പുറമേ വന്നിട്ടുള്ള ഒരു കത്ത് തന്നെയാണ്. അത് ചിന്തയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കത്താണ്. അതിലെ ചില വാചകങ്ങൾ ഞാൻ വായിക്കാം. ഹിന്ദു ഭൂരിപക്ഷമുള്ള നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിൽ മർദ്ദിതരും വിവേചനത്തിന് വിധേയമാകുന്നവരുമായ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കടമ നമ്മുടെ പാർട്ടി എല്ലായ്പ്പോഴും ഏറ്റെടുത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നാം ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും തുല്യമായിട്ടല്ല കാണുന്നത്. ജാതികളെ സംബന്ധിച്ചും ഒരു ഭാഗത്ത് സവിശേഷ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്ന ഉന്നത ജാതിക്കാരെയും മറുഭാഗത്ത് പട്ടികജാതി, പട്ടികവർഗക്കാർ, മറ്റ് പിന്നോക്ക സമുദായക്കാർ എന്നിവരെയും വേർതിരിച്ച് തന്നെയാണ് പാർട്ടി കാണുന്നത്. മറ്റു തരത്തിൽ പറഞ്ഞാൽ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും തുല്യനിലയിൽ കാണുകയും സവിശേഷ അവകാശങ്ങളുള്ള ഉയർന്ന ജാതിക്കാരുടെ ജാതീയതയും നൂറ്റാണ്ടുകളായി മർദ്ദിതരും വിവേചനത്തിന് വിധേയരാകുന്നവരുമായി കഴിയുന്ന മറ്റു ജാതിക്കാരുടെ ജാതീയതയും തുല്യനിലയിൽ പരിഗണിക്കുകയും ചെയ്യുന്ന പെറ്റി ബൂർഷ്വാ ദേശീയവാദികളിൽ നിന്നും വേർതിരിഞ്ഞുള്ള നിലപാടാണ് നാം സ്വീകരിച്ചു പോരുന്നത്. CPMൻ്റെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് EMS ഈ കത്തിൽ വിശദീകരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോഴും CPM സ്വീകരിച്ചിട്ടുള്ള നിലപാട്. വിജയവാഡ കോൺഗ്രസിൽ എടുത്തിട്ടുള്ള ആ നിലപാടിന് പിന്നീട് വളരെ വ്യക്തമായ വിശദീകരണം നൽകുകയായിരുന്നു EMS. പക്ഷേ ഈ നിലപാടിനോട് തന്നെ പാർട്ടിക്കുള്ളിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന വാചകവും അദ്ദേഹത്തിൻ്റെ തന്നെ ഈ കത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതായത്, കഴിഞ്ഞ കുറേ നാളുകളായി മുസ്ലിം ലീഗിന് കൂടി പങ്കുള്ള രാഷ്ട്രീയ സഖ്യത്തെക്കുറിച്ച് നാം ഒരു പുനർചിന്തനം നടത്തണമെന്ന് ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിക്ക് ഉപദേശം നൽകിക്കൊണ്ടിരുന്നു. അതായത്, കേരളത്തിൽ ആ ഘട്ടത്തിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് CPMൻ്റെ കൂടെയായിരുന്നു, ഇടതുമുന്നണിയിലായിരുന്നു. അപ്പോൾ അവർ ഒഴിവാക്കിക്കൊണ്ടുള്ള സംവിധാനത്തിലേക്ക് പോകണമെന്ന ചർച്ച നടന്നുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ സംസ്ഥാന കമ്മിറ്റിയിൽ നടന്ന ചർച്ചകൾക്കിടയിൽ ചില സഖാക്കൾക്ക് ഞങ്ങൾ നൽകിയ ഈ ഉപദേശത്തിൻ്റെ കാര്യത്തിൽ സംശയങ്ങളും എതിർപ്പും ഉള്ളതായി കാണപ്പെട്ടു. ആർക്കായിരുന്നു ആ എതിർപ്പ് പ്രധാനമായും എന്ന് നമുക്ക് ഇന്നറിയാം. അത് MV രാഘവനായിരുന്നു. MV രാഘവനോടൊപ്പം അതിനോടൊപ്പം നിലകൊണ്ടിരുന്ന EK നായനാർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കായിരുന്നു ആ എതിർപ്പ് എന്ന് നാം കാണേണ്ടതുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു നിലപാടെടുത്ത CPM ഈ MV രാഘവൻ്റെ നിലപാടുകൾ ബദൽ രേഖ തള്ളിക്കളയുകയും തുടർന്ന് മുസ്ലിം ലീഗിനെ പാടെ തന്നെ ഒഴിവാക്കുകയും ചെയ്തു. അതായത്, അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെ കൂടി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു
മുന്നണിയിലേക്കാണ് 1987 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും പോകുന്നത്. അപ്പോൾ അതിനെ സിദ്ധാന്തവൽക്കരിക്കുന്നുണ്ട് ഇതേ കത്തിൽ തന്നെ EMS. അതിങ്ങനെയാണ്: 1964-65 കാലഘട്ടം മുതൽ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ വിഭാഗത്തെ കൂടെ നിർത്തിയത് അവരുടെ മതമൗലികവാദത്തെയും പിന്തിരിപ്പൻ നയങ്ങളെയും വിമർശിക്കുന്നതിന് പാർട്ടിയെ അയോഗ്യമാക്കി. ഇത് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റുകളുടെ അനിവാര്യ കടമയാണ്. അതായത് ഈ വിഭാഗങ്ങളുടെ മതമൗലികവാദത്തെ തുറന്നു കാട്ടുക എന്നത് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ CPMന്റെ അനിവാര്യമായ കടമയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വർഗവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനകളുമായി ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ CPM ബന്ധപ്പെടാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ മുസ്ലിം സമുദായത്തിലെ പുരോഗമനവാദികൾ നമ്മളെ കൈവിടും. ഈ പ്രതിസന്ധി മറികടക്കാൻ നമ്മൾ എല്ലാ ജാതി മത സംഘടനകളുമായുള്ള ബന്ധം ഉപേക്ഷിക്കണം. അതാണ് 1985 EMS എഴുതിയ ഈ പാർട്ടി കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് 1987 മുസ്ലിം ലീഗിന് മാത്രമല്ല ഒരു മതസംഘടന അല്ലെങ്കിൽ ഒരു മതവുമായി ബന്ധപ്പെടുത്തി കേരള കോൺഗ്രസിനെ വരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു മുന്നണിയായി LDF മത്സരിക്കുന്നതും അതിൽ 78 സീറ്റ് നേടി വിജയിക്കുന്നത്. പക്ഷേ ഇതിൽ EMS ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, അതായത് മത സംഘടനകളുടെ അവരുടെ മതമൗലികതയെ എതിർത്തില്ലെങ്കിൽ അവിടുത്തെ പുരോഗമനവാദികൾ അല്ലെങ്കിൽ പുരോഗമനേച്ഛുക്കളായ മുസ്ലിങ്ങളും മത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഒന്നും നമ്മളോടൊപ്പം വരില്ല എന്നാണ് EMS കണ്ടത്. പക്ഷെ സംഭവിച്ചതോ, 1987 തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെ 12 സീറ്റിൽ 12ലും UDF ആണ് വിജയിച്ചത്. അതായത് മുസ്ലിം വിഭാഗത്തിൽ ഇങ്ങനെ പുരോഗമനേച്ഛുക്കളായ ആരെങ്കിലും ഈ ബന്ധം വിച്ഛേദിച്ചതിനോട് യോജിച്ചുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് അല്ലെങ്കിൽ LDFിലേക്ക് വന്നിട്ടില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ കാര്യമായ തോതിൽ വന്നിട്ടില്ല. ജയിക്കാൻ മാത്രമുള്ള മലപ്പുറം പോലൊരു ജില്ലയിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ ജയിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മാറ്റം അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ്. മറിച്ച് സംഭവിച്ചത് പൂർണ്ണമായും മുസ്ലിം സംഘടനകളെ, മുസ്ലിം ലീഗ് ഉൾപ്പെടെ മുസ്ലിം ക്രിസ്ത്യൻ സംഘടനകളെ അപ്പാടെ ഒഴിവാക്കിക്കൊണ്ടുള്ള, അതായത് ന്യൂനപക്ഷ സംഘടനകളെ ആകപ്പാടെ ഒഴിവാക്കുന്നതിലൂടെ ന്യൂനപക്ഷ ബഹുജനങ്ങളെയും ഒഴിവാക്കുന്നു എന്ന തോന്നൽ രൂപപ്പെടുകയും അത് ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകൾ LDFിലേക്ക് ആകർഷിക്കാൻ കാരണമാവുകയുമാണ് ചെയ്തത്. അന്ന് ഈ 78 സീറ്റിൽ വിജയിക്കുമ്പോൾ അതിന് തൊട്ട് ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഇങ്ങനെയൊരു നിലപാടെടുത്തതിന് BJPയുടെ സംസ്ഥാന നേതാക്കൾ CPMനെ പ്രശംസിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണണം. അപ്പോൾ അന്നത്തെ ആ സാഹചര്യത്തിൽ EMS കൈക്കൊണ്ട നിലപാടും അതിനെ തുടർന്ന് പാർട്ടി സ്വീകരിച്ച തിരഞ്ഞെടുപ്പ് തന്ത്രവും യഥാർത്ഥത്തിൽ മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തുക എന്നതിലുപരി ഹിന്ദു ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ഒരു താങ്ങാവുക എന്നതാണ് സംഭവിച്ചത് എന്നത് കാണണം. കാരണം ഹിന്ദു വോട്ടുകളാണ് ഏകീകരിക്കപ്പെടുകയും, അതായത് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്നതിലൂടെ ഏകീകരിക്കപ്പെടുന്ന ഹിന്ദു വോട്ടുകളാണ് നല്ല തോതിൽ LDFന് അനുകൂലമായി വന്നത് എന്നതാണ് കാണേണ്ടത്. ഇന്ന് കാണുമ്പോൾ നമുക്ക് ഒരുപക്ഷെ അന്ന് വായിച്ച ആ തെരഞ്ഞെടുപ്പിനെ വായിച്ചിരുന്നത് ഇവരെ എല്ലാം ഒഴിവാക്കുന്നതിലൂടെ ഉണ്ടാകുന്ന മതനിരപേക്ഷ വോട്ടുകൾ എന്നാണ്. ഈ മതനിരപേക്ഷ വോട്ടുകൾ എന്നാൽ ഹിന്ദു വോട്ടുകൾ മാത്രമാണോ? ആ ചോദ്യമാണ് പിന്നീട് ഉയർന്നു വന്നത്. മുസ്ലിം സംഘടനാപരമായ എന്തെങ്കിലും ഒരു ബന്ധമുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻ സംഘടനാപരമായ എന്തെങ്കിലും ഒരു ബന്ധമുള്ള വോട്ടുകളെല്ലാം മതനിരപേക്ഷ വോട്ടുകളെല്ലാം വർഗീയ വോട്ടുകളാണ് എന്നാണ് അന്ന് CPM കണ്ടത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് വിജയരാഘവന്റെ പ്രസംഗം എന്ന നിലയ്ക്കല്ല ഞാൻ പറയുന്നത്, CPM ഇപ്പോൾ കൈക്കൊള്ളുന്ന നിലപാട് എന്ന് കാണേണ്ടതുണ്ട്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെയല്ല. ഭൂരിപക്ഷ വർഗീയതയാണ് കൂടുതൽ എതിർക്കേണ്ടതെന്ന അന്നത്തെ EMSന്റെ നിലപാട് ഇന്ന് ഉദ്ധരിക്കാൻ പോലും CPM മെനക്കെടുമോ എന്ന് സംശയിക്കണം. പകരം ഇന്നിപ്പോൾ MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടിനെയും എതിർക്കും, ഒന്ന് മറ്റൊന്നിനെ വളർത്തുകയാണ്. ഏതാണ് ആദ്യമുണ്ടായത് എന്ന് പറയാൻ കഴിയില്ല. കോഴിയാണോ മുട്ടയാണോ ആദ്യമുണ്ടായത് എന്ന് പറയാൻ കഴിയില്ല. ഇതായിരുന്നില്ല EMS പറഞ്ഞത്. ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു സമുദായത്തിലാണ്, ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം ഹിന്ദു വർഗീയതയാണ് ശക്തമായി എതിർക്കേണ്ടത് എന്ന വ്യക്തമായ കാഴ്ചപ്പാടാണ് നൽകിയത്. അതുപോലും ഉപേക്ഷിച്ചിരിക്കുന്നു. ഈ 2024
എന്നൊരു പക്ഷെ പറയേണ്ടി വരും. മാത്രമല്ല 2023 മുൻപ് മന്ത്രിയായിരിക്കെ MP ഗോവിന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭൂരിപക്ഷ വർഗീയതയാണ് കൂടുതൽ വലിയ വെല്ലുവിളി, അതിനെയാണ് എതിർക്കേണ്ടത് എന്ന് വരെ പറഞ്ഞിരുന്നിടത്തുനിന്ന് ഇന്നിപ്പോൾ അത് രണ്ടും തുല്യമാണ്, തുല്യമായി എതിർക്കേണ്ടതാണ്. മാത്രമല്ല ന്യൂനപക്ഷ വർഗീയ വോട്ട് കൊണ്ടാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയിൽ അവരുടെ നേതാവായ രാഹുൽ ഗാന്ധിയും മറ്റൊരു നേതാവായ പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ജയിച്ചു വന്നത്. അത് അത്രയ്ക്ക് പച്ചയ്ക്ക് പറയാൻ ഇതുവരെ കഴിഞ്ഞിരുന്നത് BJPക്ക് മാത്രമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അത് CPMന് കഴിയുന്ന വിധത്തിലേക്ക് അവരുടെ സെക്യുലർ എന്ന് നമ്മൾ കൊട്ടേഷനിൽ പറയേണ്ട നിലപാട് മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. നന്ദി.